അല്ലല്ല മനസ്സിലായി എന്റെ പാന്റ് കുറച്ച് ലൂസാണ്, അതാണ് ഈ ടെൻഷൻ. എടാ ബെൽറ്റ് അവര് തിരിച്ചു തരും, അതൊരു സെക്യൂരിറ്റി ചെക്കാ. അതിനു മുമ്പ് എമിഗ്രേഷൻ ഉണ്ട്. എടത് 30,000 അടി മേളിൽ കൂടിയൊക്കെ പോണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചു പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിലെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാരും കണ്ട് സംഭവിച്ചാലും ആർക്കവിടെ പ്രശ്നം? എടാ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കുറവ് അപകടം ഈ കൊറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കേട്ട് മതി. ഒന്ന് അടങ്ങും മോനെ, നീ കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. അടിയില് വണ്ടിയിലിരുന്നു. റീനു നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ലാട്ടാ. അത് ഞാൻ കണ്ടതാ ബൈനോക്കുലറിൽ കൂടെ. നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? അയ്യോ എനിക്കെന്ത് പ്രശ്നം, പരമസുഖം. ഒരു പണിയില്ല, വീട്ടിലും പോകാൻ പറ്റില്ല. ഇപ്പതേ കണ്ണി കണ്ട രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടാൻ പോവാണ്. ഹാപ്പി ലൈഫ്. ഇത്ര കഷ്ടപ്പെട്ട് പോകുന്ന എന്തിനാ പിന്നെ? പോവാതിരുന്നൂടെ? അല്ലടി ഞാൻ കൊറേ നാൾ കൂടി TFC നിൽക്ക. അപ്പൊ ഇവന്റെ അമ്മ മനസ്സലിഞ്ഞ് എനിക്കത് എഴുത്തരും. നോ മാൻ, TFC എനിക്കുള്ളതാ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നീ അവിടെ പോയി സർവൈവ് ചെയ്യില്ല സച്ചിനെ. എനിക്ക് പിന്നെ വേറെന്താ ഒരു ഓപ്ഷൻ ഉള്ളത്? അതുകൂടി പറ. ഗൈസ് നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവനും എടുക്കുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് കേട്ടോ ബാക്കിൽ കൂടെ വരുന്നത്. വണ്ടി എടുക്കുക, അവന് ഇന്നലത്തെ കണക്ക് തീർക്കാൻ വരുന്നതാണ്. വണ്ടി വിട്. ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല. സച്ചിനെ നീ ഇങ്ങനെ പാനിക് ആവില്ല, ഞാൻ ആദ്യോട് സംസാരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞ് കരയിപ്പിച്ചു വിട്ടില്ലേ നീ അവനാ? വണ്ടി ഇറക്കണ. ഹലോ ആദി. എന്താ അവന്മാരുടെ കൊലവിളി നടത്തുവാ. നിങ്ങൾ ബഹളം വെക്കാതെ. അവൻ ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എനിക്കറിയില്ല ആദിനെ. ആണല്ലോ, നിനക്കാളോ കൂടുതൽ അറിയാവുന്നു. സച്ചിനെ ഒരുമാതിരി. പിന്നെ നീ അല്ലടി പറഞ്ഞ ഈ പ്രാന്തം നിന്റെ ബെസ്റ്റ് ആണ്. എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ UK പോക്കൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അഥവാ മുടങ്ങിയ തന്നെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നമല്ല, പിന്നെ നീ എനിക്ക് ചെലവിന്. ഞാൻ ചെലവിന് തന്നോളാം. നീ ഹൈദരാബാദ് വിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ചുനാൾ നീ ഇവിടുന്ന് മാറുന്നപ്പോഴേ എനിക്കത് മനസ്സിലായത്. നീ എന്ന് ചോദിച്ചില്ലേ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടാ. നീ ഇവിടുന്ന് പോയി ഞാൻ മിസ് ചെയ്യതൊക്കെ. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. അതങ്ങോട്ട് മുഴുവൻ പറയടി. ശരിയാണ്, എന്റെ പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് നീ. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, I think I'm falling for you. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. സച്ചിൻ, I love you. സോറി, അത് ഇന്നലെ ഞാൻ മദ്യലഹരിയില് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ചേട്ടൻ ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. We can talk. ടോക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ല മോളെ, ഇനി ആക്ഷൻ ടൈം. അയ്യോ അവളൊന്നും ചെയ്യില്ലേ. എന്നെ വേർക്ക 100 റീസൺ ഉണ്ടല്ലേ നിനക്ക്, എങ്കിലത് 101ാമത്തെ റീസൺ. ആദ്യം അവനൊന്നും ചെയ്യില്ല പ്ലീസ്. ആദ്യം ഇവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. സ്ത്രീകളെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. യു നോ ഐ ആം മൈ സെൽഫ് എ ഫെമിനിസ്റ്റ്. പക്ഷെ വേണ്ടി വന്നാൽ നിന്നെ തല്ലിക്കൊല്ലാൻ ഞാൻ മടിക്കില്ല. മാറി അവൻ കൊടുത്ത ഗിഫ്റ്റ് എന്നെ കണ്ണിലോട്ടടി. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിശാക്കും. കൂളിംഗ് ഗ്ലാസ് ഊരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മോനെ? വണ്ടി
അതിമോനെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ. ഓടിക്കാൻ പറ്റുമോ? വാ സമയ എടാ ടൈമായി. നമ്മളെവിടൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടടി. ഓൾഡ് ഹൈദരാബാദ്, ന്യൂ ഹൈദരാബാദ്, പ്രസാദ IMAX. എന്നിട്ട് ചാവാൻ പോണ നേരത്ത് മാത്രം തോന്നിയുള്ളൂ അല്ലോ നിനക്ക് ഐ ലവ് യു. ഫസ്റ്റിനെ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ നാക്ക് കൺട്രോൾ ചെയ്യാൻ. പിന്നെ നിനക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ലാത്തോണ്ട് അവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നല്ലാതെ എനിക്കത് മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. നീ അത് ഒന്നുകൂടി പറഞ്ഞേ മര്യാദക്ക്. നല്ലൊരു സീനാ ലാസ്റ്റ്. എനിക്കത് വിശ്വസിക്കാലോ അല്ലേ? ഞാൻ ഇനി സിംഗിൾ അല്ലല്ലോ. അല്ല നിങ്ങളല്ല മാത്രല്ല കപ്പിളാ. നമ്മൾ ഇനി തൊട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണ്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചെക്കന് സൗത്തിന്റെ മുഴുവൻ കിടന്ന് കറങ്ങേണ്ടി വരൂലായിരുന്നല്ല. മതി ഫ്ലൈറ്റ് എത്തിച്ചല്ലേ. മദീന പോയിട്ട് വരാം. ശരിടാ. മതി ചെല്ലു ഇനി ലേറ്റ് ആവണ്ട. ഹാപ്പി തോമസിനെ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടി. നല്ല രസം. ഇനി നാട്ടിൽ പോകുമ്പോ ഹൈദരാബാദിലൊന്ന് പോണം. സൂപ്പർ അടിപൊളി. എന്നെ പോട്ടെ പോലെന്ന് ഞാനും വിചാരിച്ചു. അല്ല ശരി വാണറോസ്റ്റേ നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. ഞാൻ ഈ ബിയർക്കാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലയിൽ ചെന്ന് വീഴുന്നോ അവനെ നീ കെട്ടും. കെട്ടണം. വേറെ ഗിരീഷ് ഷേഡി. ഇതാണ് കൂട്ടുകാരെ. മറ്റൊരു സിനിമയായിട്ട് വീണ്ടും കാണാം.